ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രശസ്തനായ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ ഒടുവിൽ ഒരു നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടിയായ ജൻസൂരജിന് ഒരു സീറ്റ് പോലും നേടിക്കൊടുക്കാൻ കഴിയാതെ വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയ പ്രശാന്ത് കിഷോർ അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. ബീഹാറിലെ അതിനിർണായകമായ ബാങ്കിപ്പൂർ ഉപതെരഞ്ഞെടുപ്പിലാണ് 49-കാരനായ പ്രശാന്ത് കിഷോർ തന്റെ കന്നി ജയം കുറിച്ചിരിക്കുന്നത്. ഇത് കേവലം ഒരു ജയമല്ല. 1995 മുതൽ, അതായത് കഴിഞ്ഞ 30 വർഷമായി BJP തുടർച്ചയായി കൈവശം വച്ചിരുന്ന അജയ്യമായ കോട്ടയാണ് പ്രശാന്ത് കിഷോർ തകർത്തത്. 19,324 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു ജയം. 5 തവണ ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച BJP നേതാവ് നിതിൻ നവീൻ രാജ്യസഭയിൽ പോയതോടെയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. ഒരു കാലത്ത് ഇന്ത്യയിലെ ഏതൊരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയും കൊതിച്ചിരുന്ന തന്ത്രജ്ഞനായിരുന്നു പ്രശാന്ത് കിഷോർ. 2014 നരേന്ദ്രമോദിയുടെ വൻ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചതും പ്രസംഗങ്ങൾ ഹോളോഗ്രാം വഴി ജനങ്ങളിലേക്ക് എത്തിച്ചതുമൊക്കെ പ്രശാന്ത് കിഷോർ ആയിരുന്നു. പിന്നീട് BJPയുമായി തെറ്റിപ്പിരിഞ്ഞ് ബീഹാറിൽ JDU RJD സഖ്യത്തെ ജയിപ്പിച്ചു. 2021 പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയെ വൻ വിജയത്തിലേക്ക് നയിച്ചതോടെയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്റെ കുപ്പായം അഴിച്ചുവെച്ചത്. ബീഹാറിലുടനീളം മാസങ്ങളോളം പദയാത്ര നടത്തി 2024 അദ്ദേഹം ജൻസൂരജ് എന്ന പാർട്ടി രൂപീകരിച്ചത്. എന്നാൽ തൊട്ടടുത്ത വർഷത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഒരു സീറ്റിൽ പോലും ജയിക്കാനായില്ല. പ്രശാന്ത് കിഷോറിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചെന്ന് പലരും കുറിച്ചുവെച്ചു. എന്നാൽ ബാങ്കിപ്പൂരിലെ പോരാട്ടത്തിലൂടെ വീണ്ടും മാസ് എൻട്രി നടത്തി പ്രശാന്ത് കിഷോർ. ബാങ്കിപ്പൂർ മണ്ഡലത്തിന്റെ ഘടന പ്രശാന്ത് കിഷോറിന്റെ വിജയത്തിലേറെ നിർണായകമായി. കോളേജുകളും കോച്ചിംഗ് സെന്ററുകളും നിറഞ്ഞ ഈ മണ്ഡലത്തിൽ 1/3 വോട്ടർമാരും 30 വയസ്സിന് താഴെയുള്ളവരാണ്. ബീഹാറിലെ ചെറുപ്പക്കാർ ജോലി തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറേണ്ടി വരുന്നതിനെതിരെയുള്ള അമർഷം പ്രശാന്ത് കിഷോർ കൃത്യമായി മുതലാക്കി. മുഖ്യമന്ത്രി സാമ്രാജ് ചൗധരി ബീഹാറിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അയോഗ്യനാണെന്ന് വാദിച്ച് പോരാട്ടത്തെ നേരിട്ടുള്ള വ്യക്തികേന്ദ്രീകൃത പോരാട്ടമാക്കി മാറ്റാൻ കിഷോറിന് കഴിഞ്ഞു. ഒരു ഉപതെരഞ്ഞെടുപ്പിലെ വിജയം കൊണ്ട് മാത്രം ബീഹാർ രാഷ്ട്രീയം പൂർണ്ണമായി മാറിയെന്ന് പറയാനാകില്ല. എങ്കിലും പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ മടുത്ത യുവ വോട്ടർമാർ ഒരു ഔട്ട്സൈഡറെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്നതിന്റെ വലിയൊരു സൂചനയാണിത്. പ്രശാന്ത് കിഷോർ എന്ന തന്ത്രജ്ഞൻ ഇനി നിയമസഭയിൽ ഒരു ജനപ്രതിനിധിയായി എത്തുമ്പോൾ ബീഹാർ രാഷ്ട്രീയം കൂടുതൽ ചൂടുപിടിക്കുമെന്ന് ഉറപ്പാണ്.